മോഹൻലാലിൻ്റെതായി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരുപാട് മാസങ്ങളായി മോഹൻലാൽ ഫാൻസ്, മലയാള സിനിമാ ലോകം ഉൾപ്പെടെയുള്ളവർ കാത്തിരുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ചിത്രം വരുമ്പോൾ തന്നെ ഇതൊരു LGP സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിന് രീതിയിലുള്ളൊരു സിനിമയായിരിക്കും എന്നുള്ള നിരവധി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ടീസറും കാര്യങ്ങളും ഇന്നലെ റിലീസ് ടീസർ ഉൾപ്പെടെ വലിയ പ്രതീക്ഷകളാണ് തന്നുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ പറയാം, ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒന്നല്ല, ഇനി 2 തവണയിൽ കൂടുതൽ ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണും. കാരണം ഈ സിനിമ സംസാരിക്കുന്നത് പല കാര്യങ്ങൾ, കുറേ വ്യാഖ്യാനങ്ങളുണ്ട് ഈ സിനിമ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫിലോസഫിക്കൽ രീതിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് സംസാരിക്കുന്ന രാഷ്ട്രീയമായിക്കോട്ടെ, ഇതിനകത്ത് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. സാധാരണയായി LGP സിനിമകളിൽ കാണുന്നത് പോലെയുള്ള തന്നെ കാര്യങ്ങൾ അദ്ദേഹം ഈ സിനിമയിലോട്ടും റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മോഹൻലാൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലയിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്. സാധാരണ ഒരു സ്റ്റാർ ഫാക്ടർ വരുമ്പോഴേക്കും ആ സ്റ്റാറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഡയറക്ടർമാർ ത്യജിക്കുന്നത് കാണാറുണ്ട്. ഇപ്പം നേരത്തെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്നൊരു സൂപ്പർ സ്റ്റാറിന് കൈ കിട്ടുമ്പോഴേക്കും മാറ്റിയിട്ടുണ്ട്. നൻപകൽ നേരത്തെ മയക്കത്തിലും ഒരു ഡിഫറൻറ്റ് ലിജോ ജോസ് പെല്ലിശ്ശേരിയും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് അതിനകത്ത് വന്നിരുന്നത്. സെയിം വിത്ത് മലൈക്കോട്ടെ വാലിബൻ, യാതൊരു മാറ്റങ്ങളുമില്ല. ഈ സിനിമ മാസാണോ ക്ലാസ് ആണോ, ചിലർ ക്ലാസ് എന്ന് പറയുന്നുണ്ട്, ചിലർ മാസം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമ ക്ലാസ് മാസം തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിൻ്റെ സിനിമയല്ല. ഈ സിനിമയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മുത്തശ്ശി കഥയുടെ ലോകം LGP അങ്ങ് തുറന്നു വെച്ചിട്ടുണ്ട്. ആ ലോകത്തേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ സിനിമ നമ്മൾ സാധാരണയായി കാണേണ്ട ഒരു വിഷ്വൽ ബ്യൂട്ടിയിൽ ചുമ്മാ അങ്ങ് സീറ്റിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല. ഈ സിനിമയ്ക്ക് അകത്തോട്ട് കയറുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. LGP ആ ലോകം തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ കൈയും കൂടെ നീട്ടിത്തരും. ആ കൈ പിടിച്ച് കയറണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പുറത്തിരുന്നിട്ട് ഈ സിനിമ ആ രീതിയിൽ വന്നില്ല, ഈ രീതിയിൽ വന്നില്ല എന്ന് തുടങ്ങി നിരവധി വ്യാഖ്യാനങ്ങൾ വരാനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത് ഒറ്റ വാക്കി വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സിനിമ സംസാരിക്കപ്പെടേണ്ടതും ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതുമായ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് മോഹൻലാൽ സിനിമ എന്നതിലുപരി മോഹൻലാൽ LGP ഒരു 50-50 എന്ന് പറയുന്നത്. നമ്മൾ ഈ ലിജോ വിജയ്, ലോകേഷ് കനകരാജ് ചിത്രങ്ങളൊക്കെ ഒരു 50-50 മാസ്റ്ററാണെന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ 50-50 അല്ല. LGP സംസാരിക്കേണ്ട വിഷയങ്ങൾ LGP സംസാരിക്കുന്നുണ്ട്. മോഹൻലാൽ എന്ന നടനിൽ നിന്ന് കാണേണ്ട പല ഒരു വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ മാനറിസംസ്, ആക്ടിങ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാസ് മൊമെൻറ്റ്സ്, ആ രീതിയിലെല്ലാം ഈ സിനിമ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 2 ക്ലബിങ്ങും കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമായി ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത്. LGP സിനിമകളൊക്കെ തന്നെ, ഇപ്പോൾ നമുക്ക് എല്ലാ സിനിമകളും, ഇപ്പോൾ ചുരുളി ആയിക്കോട്ടെ, ജല്ലിക്കെട്ട് ആയിക്കോട്ടെ, നൻപകലായിക്കോട്ടെ, ഈ സിനിമകളൊക്കെ തന്നെ ഒരു വിഭാഗം ഓഡിയൻസിനെ എപ്പോഴും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും. മലൈക്കോട്ടെ വാലിബനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ പറയില്ല. കാരണം ഫാൻസ് എന്ന രീതിയിൽ ഫാൻ ഷോ 6:30 കണ്ടിറങ്ങി വന്ന പല പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരിൽ കുറേ പേർക്ക് സമ്മിശ്ര പ്രതികരണങ്ങളുണ്ട്. ചിലരിത് LGP സിനിമയാണെന്ന് മറന്നിട്ടൊരു മോഹൻലാൽ ആക്ഷൻ പടമായിട്ട്, മാസ് ആക്ഷൻ സിനിമയായിട്ട് മാത്രം കാണാൻ വരുന്നവരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നിരാശ തന്നെയായിരിക്കും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മോഹൻലാൽ ഫിലിമേക്കാണ് കൂടുതൽ ഇതൊരു LGP സിനിമയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയുടെ കുറേ ഭാരങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇറങ്ങാമെന്നുള്ളത് തന്നെയായിരിക്കും എനിക്ക് ആദ്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. 2, ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. അടിപൊളി കാസ്റ്റിംഗ് ആണ്. ഈ കാസ്റ്റിംഗ് ഞാൻ പറയുമ്പോഴേക്കും ഇപ്പം ഹരീഷ് പേരടി, മോഹൻലാൽ, മണികണ്ഠൻ ആചാരി, സുചിത്ര, ഇവർ മാത്രമേ നമുക്ക് കണ്ടുപരിചയമുള്ളൂ. ഈ 4 പേര്. രാജീവ് പിള്ളയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി ആരെയും കണ്ടുപരിചയമില്ല. ഇവരിൽ ആർക്കും നമുക്ക് മുന്നേ ഉള്ള സിനിമകൾ കണ്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സായിട്ട് വരുന്നവരൊക്കെ തന്നെ നമുക്ക് നിൽക്കുന്നവരല്ല. പക്ഷേ ഈ റോൾ ഇവർക്ക് പറ്റിയതാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീര കാസ്റ്റിംഗ് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അതായത് ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ വന്നു പോകുന്നവരൊക്കെ തന്നെ ഗംഭീരമാണ്. മൂന്നാമത്തത്, ഈ സിനിമ സംസാരിച്ച് ഈ സിനിമയുടെ ഒരു അവസാന ഘട്ടം, ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് അല്ല, ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഒരു സാധനമുണ്ട്. അത് ഈ സിനിമയുടെ ഗ്രാഫ് തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ഒരു ഗംഭീരമായൊരു 5 മിനിറ്റ് നറേഷനുണ്ട്. അതൊരു അടിപൊളി സാധനമാണ്. കാരണം ആ ക്രക്സ്, ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്രക്സ് ഭാഗമാണ്. ഇത് പറയാമല്ലോ, സ്പോയിലറാണ്. അതുവരെ എന്ന് കരുതി ഇതിന് മുമ്പ് വരെ കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ സിനിമാറ്റിക് രീതി ഒന്നും മോശമാണെന്നല്ല. അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഈ സിനിമയ്ക്ക് വേറൊരു നറേറ്റീവ് വരുന്നുണ്ട്. ഇങ്ങനെയാണല്ലേ എന്ന് പ്രേക്ഷകനെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വൗ ഫാക്ടർ അവസാന നിമിഷം വരെ തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഗംഭീര സ്റ്റോറി ടെല്ലിംഗ് അനുഭവമായിട്ട് തോന്നി. 4-മത്തത്, ഇതിൻ്റെ ക്യാമറ, മധു നീലകണ്ഠൻ, ഗംഭീര വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്ക്. കാരണം നമ്മൾ ആ ഒരു ഈ സ്ഥലം
ഒരു ഇപ്പം ദേശം ഇല്ലാത്ത, ഭാഷയില്ലാത്ത, അങ്ങനെ കാലമില്ലാത്ത, ഭാഷയില്ല, ദേശം കാലവും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പം ആ സ്ഥലത്തേക്ക് കുറേ, ഇപ്പം മുത്തശ്ശി കഥ പോലെ തന്നെ കുറേ നാട്ടുരാജ്യങ്ങളിൽ, നാട്ടുപ്രദേശങ്ങളെന്ന് പറയുന്ന തരത്തിൽ ഒരു സ്ഥലങ്ങൾ, ഓരോ സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്തേക്കുന്ന രീതി ഗംഭീരമായിട്ട് ക്യാമറയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളൊരു വേൾഡ് ക്ലാസ് സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ഓരോ ഷോട്ടിൽ, ഞാൻ പറയുന്ന ഒരു ഷോട്ട് പോലും മോശമായിട്ട് അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഷോട്ട് എന്ന രീതിയിലില്ല. എല്ലാ ഷോട്ടുകൾ ഉൾപ്പെടെ ഗംഭീരമാണ്. അതിന് കൊടുത്തിരിക്കുന്ന സ്ലോ മോഷൻ ഉൾപ്പെടെയുള്ള പല ഗിമ്മിക്സ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ടോപ്പ് നോച്ചാണ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ എക്സ്പ്രസീവായിട്ട് കൊണ്ട് തന്നെ, ഇപ്പോൾ ഷോർട്ടിലൂടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയാകുമ്പോഴേക്കും നമ്മൾ കണ്ട് വന്ന രീതി അതായതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷെ അത് യൂസ് ചെയ്തേക്കുന്ന രീതികൾ, അത് യൂസ് ചെയ്തേക്കുന്ന ഷോട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ ഡയറക്ടോറിയൽ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഗംഭീരമായ സാധനം. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സാണ്. ഞാൻ പറഞ്ഞ ഈ ഫിലോസഫിക്കൽ ഭാഗങ്ങൾ ഉൾപ്പെടെ ഈ സിനിമയിൽ സംസാരിക്കുന്ന പല ഫിലോസഫിക്കൽ ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഒരു ടെക്സ്ചർ, ടോണ്, ആ സ്ക്രീനകത്ത് അവർ ആഘോഷങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കളേഴ്സ്, ഇതൊക്കെ ഈ സിനിമയുടെ നറേറ്റീവിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്, പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഓരോ കാര്യത്തിൽ, ഇപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഈ ആർട്ട് വർക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അവരുടെ കോട്ടകൾ അല്ലെങ്കിൽ അതിൻ്റെ ജയിൽ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതൊക്കെ വിശ്വസനീയമാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് പ്രേക്ഷകന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് വർക്കാണ്. പിന്നെ ആകെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം പലർക്കും പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കുറച്ച് മാസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മാസ് സീൻസ് അല്ലെങ്കിൽ എലിവേറ്റഡ് സീൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് കരുതി ഇത് ഒരു 3 സീൻ കഴിയുമ്പോഴേക്കും ഒരു എലിവേറ്റഡ് സീൻ വരാം, അല്ലെങ്കിൽ ഒരു 3 സീൻ കഴിഞ്ഞ് പിന്നെ ഒരു മാസ് സീൻ, അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് അല്ല ഈ സിനിമ പോകുന്നത്. ഈ സിനിമയ്ക്ക് ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവിന് ആവശ്യമുള്ള ഏതൊക്കെ ജംഗ്ഷനിലാണോ ആ ജംഗ്ഷനിലൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഹൈ മൊമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഹൈ മൊമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല എന്നുള്ളതും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം അനാവശ്യമായിട്ടുള്ള BGMൻ്റെ തള്ളിക്കയറ്റമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗംഭീര സ്ലോ മോഷൻ രീതിയിൽ നായകനെ അങ്ങ് ഉയർത്തി കാണിക്കുന്ന തരത്തിൽ അങ്ങനത്തെ അല്ല. ഇതൊരു മലൈക്കോട്ടയിൽ ഉള്ളൊരു വാലിബൻ, ആ വാലിബൻ ഒരു ദിവ്യശക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ദൈവികമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേറൊരു തരത്തിലുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഔട്ട് ഓഫ് ദ വേൾഡ് വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിക്കുള്ള ഒരു മാസ് എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ്. അതിനകത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള BGMോ അങ്ങനത്തെ കാര്യമൊന്നും വേണ്ട. പക്ഷേ BGM യൂസ് ചെയ്തേക്കുന്ന രീതി ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സോങ് പ്ലേസ്മെൻറ്റ് ആൻഡ് സോങ്സ് ബൈ പ്രശാന്ത് പിള്ളയുടെ സ്കോറിങ് അടിപൊളിയായിട്ടുണ്ട്. ആ BGM ഒക്കെ നല്ല രസമുണ്ടായിട്ട്, പ്രത്യേകിച്ച് മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ സമയത്ത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനിൽ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തിയേറ്റർ കുലുങ്ങുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഞാൻ പറയുന്നത് അത്രയും ഹൈപ്പ് കുറച്ച് നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ തിയേറ്റർ കുലുങ്ങുന്ന മാസ്മരികമായ ഇൻട്രൊഡക്ഷൻ ഒന്നുമല്ല. ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വാലിബൻ വരുമ്പോഴുള്ള ഒരു നോർമൽ ഇൻട്രൊഡക്ഷൻ സീനാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെ ഉള്ള ഹൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ഇതൊക്കെ ആദ്യമേ എടുത്തു പറയുന്നത്. ആൻഡ് മോറോവർ ഈ സിനിമയ്ക്കകത്ത് ഉള്ള ഓരോ എലമെൻറ്റ്സ്, ഞാൻ പറഞ്ഞപ്പോൾ ആർട്ടിസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ ഈ സിനിമ സംസാരിക്കുന്ന പൊളിറ്റിക്സ് എല്ലാം തന്നെ എല്ലാ പ്രേക്ഷകന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഈ സിനിമയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഗംഭീരമായിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള ഒരു ടൈലൻ്റ് സാധനമൊന്നും എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു സാധനം. അതിന് ഇതിൻ്റെ പാട്ടുകളും നല്ല രസമായിട്ട് ഇതിൻ്റെ കഥയുടെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പറയാനാണ്. സോ ബേസിക്കലി ഒറ്റ കാര്യത്തിൽ ഒറ്റ വരിയിൽ അവസാനിപ്പിക്കുക. അതായത് ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു മാസ് സിനിമ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ഒരു മുത്തശ്ശി കഥ എടുക്കാൻ തീരുമാനിക്കുന്നു. അതിനകത്ത് ഈ വ്യക്തിയെ അല്ലാതെ ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ കണ്ടിറങ്ങുന്ന ആരും മോഹൻലാൽ ഒരു മിസ്കാസ്റ്റാണെന്ന് പറയില്ല. ഞാൻ പറഞ്ഞില്ല, ഓരോ കാസ്റ്റിങ്ങും അവർക്ക് പറ്റിയതാണെന്ന് തോന്നുന്ന തരത്തിൽ എൻ്റെ തിരക്കഥ പോകുന്നുണ്ട്. അത്രയ്ക്ക് പ്ലേസിംഗ് ആണ് എൻ്റെ കാസ്റ്റിംഗ്. മോഹൻലാൽ അല്ലാതെ ഈ സിനിമ വേറൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല. അത് ഞാൻ ഏത് കവലച്ചന്തയിൽ വേണമെങ്കിലും വന്ന് സംസാരിക്കാം. അത് മോഹൻലാൽ വേണ്ടി മറ്റേ തുന്നിയെടുത്ത കഥാപാത്രമാണെന്ന് പോകുന്ന തരത്തിലാണ് ഈ ക്യാരക്ടർ നമുക്ക് തോന്നിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് സ്വാഭാവികമായി ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇമോഷൻസ് ഉൾപ്പെടെ
ഉള്ള സിനിമ തന്നെയാണ്. അല്ലാതെ വേറൊരു ലോകത്ത് സംഭവിക്കുന്ന ഒരു കഥ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി സാധാരണ ഇമോഷൻസ് ഒക്കെ തന്നെയുള്ളൊരു LJP സിനിമയായിട്ട് മാത്രമേ ഈ സിനിമയെ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈപ്പുകൾക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഹൈപ്പിനുള്ള സിനിമ തന്നെയുണ്ട്. ഈ ഇൻ്റർവ്യൂസിന് വന്നിരുന്ന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വസിച്ച് നിങ്ങൾ പോയാൽ മതി. ഞാൻ പറഞ്ഞ ടിനു പാപ്പച്ചൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ലാലേട്ടൻ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറൊരു നുണ പറച്ചിൽ എന്നുള്ള രീതിയിലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിരാശപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷേ മോർ ഓവർ ഇതൊരു നരസിംഹമോ രാവണപ്രഭുവോ അങ്ങനത്തെ ഒരു മാസ് ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഫിലിം എന്നുള്ളതല്ലാതെ ഈ സിനിമയ്ക്കകത്ത് വേറൊരു ടോൺ ടെക്സ്ചർ LJP ഒരുക്കി വെച്ചിട്ടുണ്ട്. LJPയുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നിങ്ങളൊന്ന് കയറി ചെല്ലുക എന്നത് മാത്രമേ പറയുന്നു. കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കയറാനുള്ളൊരു മനസ്സ് നമ്മൾ പ്രേക്ഷകൻ എന്ന രീതിയിൽ ആദ്യം കാണിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പുതിയ സിനിമയുടെ മറ്റ് റിവ്യൂകളുമായി എത്താം. അതുവരേക്കും ബൈ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.